ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുരങ്കപാതയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഠനത്തിന് ശേഷം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയുള്ള തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഠനത്തിന് ശേഷം മാത്രമേ ഇനി നടത്തൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കൂടാതെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായ വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തണം? ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രധാനമായും വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒപ്പം തന്നെ വയനാട് ദുരന്തം, ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അന്നു തന്നെ, അതായത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് തന്നെ ആശങ്ക അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഗൗരവമുള്ള തരത്തിലുള്ള പഠനങ്ങൾ അനിവാര്യമാണ്. കാരണം അവിടെ പാരിസ്ഥിതിക പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ മണ്ണ് ഒരിക്കൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യോജ്യമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നു തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ സമയത്ത് തന്നെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് അല്ല മുന്നോട്ട് പോയത്. അതിൻ്റെ എല്ലാം ഉപരിയായി കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെ പരിസ്ഥിതി വകുപ്പും 50 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. ആ 50 നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഒപ്പം ഈ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകും. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധമായ പഠനം നടത്തുന്നതിനെക്കുറിച്ച് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF വലിയ തരത്തിലൊരു വിയോജിപ്പ് അറിയിച്ചിരുന്നു തുരങ്കപാത സംബന്ധിച്ച്. കാരണം ഈ മലയോര മേഖലയിലെ മണ്ണ് ഒരു വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് യോജ്യമല്ല അന്ന് എന്ന് തന്നെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗം, ഒപ്പം തന്നെ വയനാട് ചുരം വഴിയുള്ള യാത്രയ്ക്ക് വലിയ തരത്തിലുള്ള ഗതാഗത ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തുരങ്കപാതയെക്കുറിച്ച് LDF സർക്കാർ അന്ന് ശ്രമം നടത്തിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ ആ മാനദണ്ഡങ്ങളനുസരിച്ചുള്ള പഠനങ്ങളനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയില്ല എന്ന തരത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും തൽക്കാലം ഈ പദ്ധതി നിർത്തിവെക്കുന്ന തരത്തിലേക്ക് സർക്കാർ നീങ്ങുന്നുവെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു. കാരണം ഒരു പഠനത്തിന് ശേഷം മാത്രമായിരിക്കും ഇനി അടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. ഒപ്പം അവിടുത്തെ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള തീരുമാനങ്ങളും സർക്കാർ എടുത്തു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓഹരി വിൽപ്പനയായിരുന്നു. അതായത് അദാനിയുടെ കൈവശമുണ്ടായിരുന്ന ഓഹരിയുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വിദേശ കമ്പനിക്ക് വിറ്റു എന്ന തരത്തിൽ ചില വാർത്തകൾ പരന്നിരുന്നു. പക്ഷേ ആ വാർത്തകൾ പൂർണ്ണമായും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിഷേധിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും സർക്കാരിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ അതിനെല്ലാം ഉപരിയായി ഉടമ്പടികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഒരു ഓഹരി പോലും ആർക്കും വിൽക്കാൻ കഴിയില്ല എന്ന കൃത്യമായ രേഖകൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം ജൂൺ 5-ന് പുറത്തിറങ്ങിയ ദേശാഭിമാനി പത്രത്തെ എടുത്തു കാണിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ആ വാർത്തകൾ, അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എത്തുന്നു എന്നുള്ള തരത്തിൽ ഇടത് പക്ഷത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ദേശാഭിമാനി പത്രത്തിലൂടെ ആയിരുന്നു. പക്ഷേ ആ പത്രത്തിൽ പറഞ്ഞ വാർത്തകൾക്ക് അതിൻ്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. അന്ന് ഇടത് സർക്കാർ സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ കൃത്യമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആരൊക്കെ തങ്ങളിലായിരുന്നു ബന്ധം എന്നുള്ളത് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. മൊത്തത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത്. പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഉമ്മൻചാണ്ടിക്കും ഒപ്പം അന്ന് ആ മന്ത്രിസഭ
മന്ത്രിസഭയിലെ ഷിപ്പിംഗ് മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന കെ ബാബുവിനും സല്യൂട്ട് നൽകുന്നു. കാരണം അത്തരത്തിലൊരു തീരുമാനം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖത്തിൻ്റെ ഓഹരിയുടെ ഒരു തുണ്ട് പോലും ആർക്കും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേഷനും അല്ലെങ്കിൽ ഒരു അദാനി കമ്പനിക്ക് പോലും ഒരു ഷെയർ പോലും വിൽക്കാൻ കഴിയില്ല. ഇതുമായുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. ഒരു ചർച്ചയും നടന്നില്ല. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു എംപവർ കമ്മിറ്റി, അതായത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള ഒരു എംപവർ കമ്മിറ്റിയുണ്ട്. ആ എംപവർ കമ്മിറ്റി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കും എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം അദ്ദേഹം വ്യക്തമായി നൽകുകയും ചെയ്തു. കാരണം ഈ ഏറ്റവും അധികം കപ്പലുകൾ കേരളത്തിലേക്ക് എത്തുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെതാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വളരെയധികം ട്രേഡ് നടത്തുന്ന, വ്യവസായം നടത്തുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്കാണ് അത് വിഴിഞ്ഞത്തേക്ക് എത്തപ്പെടുന്നത്. അവിടെ അവർക്ക് കുത്തകയായി നൽകാൻ കഴിയില്ല. അവിടെ മറ്റ് കപ്പലുകൾക്കും അവിടെ എത്തുന്നതിനുള്ള അവകാശമുണ്ട്. ആ അവകാശം ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വന്നത്. ആ ആരോപണങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം എന്ന് പറയുക തന്നെ വേണ്ടിവരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് അദാനി പോർട്ടാണെങ്കിൽ തന്നെയും അദാനി പോർട്ടും സർക്കാരും തമ്മിലുള്ള ഉടമ്പടിയിൽ ഒരു ഓഹരി കൈമാറ്റത്തെക്കുറിച്ചോ മറ്റ് ഇടപാടുകളെക്കുറിച്ചോ വ്യക്തം ഇല്ല. കാരണം PPP ആക്ട് അനുസരിച്ച്, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം ഈ പോർട്ട് ലാഭത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ സർക്കാരും അദാനി കമ്പനിയുമായി ഉള്ളത്. ആ കരാർ പാലിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉന്നത അധികാര സമിതി അല്ലെങ്കിൽ ഒരു എംപവർ കമ്മിറ്റി, ആ എംപവർ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അതായത് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കും. ഒപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും. പക്ഷേ ഈ ചർച്ചകൾ ഈ MSCയുമായിട്ട് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും ഇതുവരെയായും നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞത്, ഈ സർക്കാരിൻ്റെ സമയത്ത് എല്ലാം സുതാര്യമായിരിക്കും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കൂടുതൽ വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ കൈവശം ഉണ്ട്. അത് പല വകുപ്പുകളും മുഖ്യമന്ത്രി അതിൽ ഒരു ഏകാധിപത്യം പോലെ അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ചിരിക്കുന്ന തരത്തിൽ ഒരു ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ IT ഉൾപ്പെടെ 29 വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാണ് IT നൽകുക. പക്ഷേ ആ IT വകുപ്പ് പോലും മുഖ്യമന്ത്രിയുടെ കൈവശം വെച്ചിരുന്നു. ആ IT വകുപ്പ് എന്തിനാണ് അന്ന് മുഖ്യമന്ത്രി കൈവശം വെച്ചിരുന്നതെന്നുള്ള മറുപടി പറയിപ്പിക്കരുതെന്നായിരുന്നു VD സതീശൻ്റെ മറ്റൊരു ഉത്തരം. അങ്ങനെ അത്തരത്തിൽ ആരോപണങ്ങൾക്ക് കൃത്യമായി തിരിച്ച് മറുപടി നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിച്ചതും. അതുപോലെ തന്നെ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, PSCയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ആ ഓഫീസിൽ നിന്ന് ഉയരുന്നുണ്ട്. കാസ് ഉൾപ്പെടെയുള്ളവയിൽ മാർക്ക് നൽകുന്ന കാര്യത്തിലും മാർക്ക് അഭിമുഖം നടത്തിയ കാര്യത്തിലുമൊക്കെ ആരോപണങ്ങളുണ്ട്. ഈ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മാനുവലായി പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ആഭ്യന്തര വകുപ്പായിരിക്കും. ആഭ്യന്തര വകുപ്പിൻ്റെ ആരൊക്കെ അന്വേഷണ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നുള്ളത് അവർ തീരുമാനിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ടും അതിന് മറുപടി നൽകിക്കൊണ്ടുമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ശരി, ബിബിനോയാണ് വിവരങ്ങൾ നൽകിയത്.